ഇത് സാധാരണ ഒരു മാലമോഷണ കേസല്ല, ഒരു തേങ്ങാമോഷണ കേസല്ല. ഇത് ശബരിമലയിൽ നിന്ന് സ്വർണം കട്ടെടുത്ത മാതിരിയുള്ള കേസല്ല. അതിനൊക്കെ തെളിവുണ്ടാക്കാം. ഒരു കൊലപാതകം നടന്നാൽ അവിടെ പോലീസ് നായയൊക്കെ വിട്ടിട്ട് ബാക്കി തുമ്പുണ്ടാക്കാം. പക്ഷെ ഇത് ഒരു പെൺകുട്ടിയുടെ ജീവൽ പ്രശ്നമാണ്, അവളുടെ അന്തസ്സിൻ്റെ പ്രശ്നമാണ്, അവളുടെ വ്യക്തിത്വത്തിൻ്റെ പ്രശ്നമാണ്. ഒരു പോലീസ് അന്വേഷണം ആ ഒരു ലിമിറ്റ് മനസ്സിലാക്കിക്കൊണ്ട് ഉൾക്കൊണ്ടുകൊണ്ട് മാത്രമേ പോലീസിനോ ഏത് ഭരണകൂടത്തിനോ ചെയ്യാൻ കഴിയൂ. അഭിലാഷ്, ശ്രീ ജേക്കബ് ജോർജ്, ഞങ്ങൾ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കിയതാണ്, പാർലമെന്ററി പാർട്ടിയിൽ നിന്നും പുറത്താക്കിയതാണ്, ഞങ്ങളുടെ ഉത്തരവാദിത്വം കഴിഞ്ഞു, ഇനി യാതൊരു തരത്തിലുള്ള അഭിപ്രായ പ്രകടനവും വേണ്ടതില്ല എന്ന നിലപാട് കോൺഗ്രസിന് എടുക്കാൻ കഴിയുമോ? കോൺഗ്രസ് ഈ പുറത്താക്കി എന്ന് പറഞ്ഞ കാര്യം യഥാർത്ഥത്തിൽ നടപ്പാക്കിയിട്ടുണ്ട് എന്ന് താങ്കൾക്ക് തോന്നുന്നുണ്ടോ? പാലക്കാട് തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിന്റെ അല്ലെങ്കിൽ UDFന്റെ ഓൾ ഇൻ ഓൾ ആയിട്ട് രാഹുൽ മാങ്കൂട്ടം അവിടെ പ്രവർത്തിക്കുകയാണ് എന്നുള്ള കാര്യം VD സതീശനും രമേശ് ചെന്നിത്തലയും സണ്ണി ജോസഫും ഒക്കെ കാണാതിരിക്കുന്നത് കൊണ്ട്, അവർക്ക് അവിടേക്ക് പോകാൻ സമയം കിട്ടാത്തത് കൊണ്ട് ആണെന്നാണോ നമ്മൾ വിചാരിക്കേണ്ടത്? അല്ല, ശരിക്കും രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ പരസ്യമായിട്ട് പ്രചാരണം നടത്തുന്നു, സ്ഥാനാർത്ഥികളെ നിർണ്ണയിക്കുന്നു, അതിന് കമ്മിറ്റിയിൽ നേതൃത്വം വഹിക്കുന്നു, പ്രകടനം നടത്താൻ നേതൃത്വം കൊടുക്കുന്നു. ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ അത് കേരള സമൂഹത്തോട് ഉള്ള ഒരു ചോദ്യമാണ്. ഞങ്ങളിങ്ങനെയൊക്കെ ചെയ്യും, ഞാനിങ്ങനെയൊക്കെ ചെയ്യും. അതിന് ഉത്തരം പറയേണ്ടത്, ഉത്തരം കയ്യിലുള്ളത് കേരളത്തിലെ സമൂഹത്തിനാണ്, ജനങ്ങൾക്കാണ്, പൊതുജനങ്ങൾക്കാണ്. തിരഞ്ഞെടുപ്പ് അടുത്ത് വരുമ്പോൾ അത് രാഷ്ട്രീയമായിട്ട് വോട്ട് ചെയ്യുന്ന ഇവിടുത്തെ സാധാരണക്കാർക്കാണ്, അവരുടെ കയ്യിലാണ് ഇരിക്കുന്നത്. പിന്നീട് ഇതിൻ്റെ നമ്മളൊരു സ്ഥാനത്ത് എത്തിക്കഴിഞ്ഞാൽ, ഒരു പൊതുസ്ഥാനത്ത് നിയമസഭാംഗം എന്ന് പറഞ്ഞാൽ ചില്ലറ കാര്യമൊന്നുമില്ല. എത്രയോ പേര് സ്വപ്നം കാണുന്ന ഒരു സ്ഥാനമാണ് കേരള നിയമസഭയിലെ ഒരു അംഗത്വം. അത് അദ്ദേഹത്തിന് കൈവെള്ളയിൽ വെച്ച് കിട്ടി. അത് കിട്ടിക്കഴിഞ്ഞിട്ട് പോലും അതനുസരിച്ച് അതിൻ്റെ ഒരു മാഹാത്മ്യം ഉൾക്കൊണ്ടുകൊണ്ട് അതിൻ്റെ മാഹാത്മ്യം നിലനിർത്തത്തക്ക വിധത്തിൽ ഇടപെടാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ലെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹത്തിന് നേരത്തെ ആരോ പറഞ്ഞതുപോലെ ചില മാനസിക പ്രശ്നങ്ങളുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഞാൻ ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുന്നത്, എന്തുകൊണ്ട് കേസെടുക്കുന്നില്ല എന്ന് പോലീസിനോട് ചോദിക്കുന്നവരോട് ഞാൻ പറയട്ടെ, ഇത് സാധാരണ ഒരു മാലമോഷണ കേസല്ല, ഒരു തേങ്ങാമോഷണ കേസല്ല. ഇത് ശബരിമലയിൽ നിന്ന് സ്വർണം കട്ടെടുത്ത മാതിരിയുള്ള കേസല്ല. അതിനൊക്കെ തെളിവുണ്ടാക്കാം. ഒരു കൊലപാതകം നടന്നാൽ അവിടെ പോലീസ് നായയൊക്കെ വിട്ടിട്ട് ബാക്കി തുമ്പുണ്ടാക്കാം. പക്ഷെ ഇത് ഒരു പെൺകുട്ടിയുടെ ജീവൽ പ്രശ്നമാണ്, അവളുടെ അന്തസ്സിൻ്റെ പ്രശ്നമാണ്, അവളുടെ വ്യക്തിത്വത്തിൻ്റെ പ്രശ്നമാണ്. ഒരു പോലീസ് അന്വേഷണം ആ ഒരു ലിമിറ്റ് മനസ്സിലാക്കിക്കൊണ്ട് ഉൾക്കൊണ്ടുകൊണ്ട് മാത്രമേ പോലീസിനോ ഏത് ഭരണകൂടത്തിനോ ചെയ്യാൻ കഴിയൂ. അഭിലാഷ്, അല്ല, തീർച്ചയായിട്ടും പോലീസിന്റെ ഇക്കാര്യത്തിൽ പരിമിതികളുണ്ട്. പോലീസ് ഇപ്പോൾ കൃത്യമായ പരാതി ഇല്ലാതെ, ഇപ്പോൾ എനിക്ക് ആ പരാതി ഇല്ല എന്ന് പെൺകുട്ടി പറഞ്ഞാൽ പിന്നെ ബാക്കിയുള്ള ആളുകളുടെയും പ്രശ്നം അവിടെ അവസാനിക്കും സ്വാഭാവികമായിട്ടും. ഞാൻ ആ കേസിനെ കുറിച്ചല്ല. പക്ഷേ ഇവിടെ കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ച് ശ്രീ ജേക്കബ് ജോർജ്, കോൺഗ്രസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട 2 മുതിർന്ന നേതാക്കൾ, VD സതീശൻ എന്താ പറഞ്ഞത്? VD സതീശൻ പറഞ്ഞു, ഞങ്ങളുടെ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലെടുത്ത നിലപാടാണ്, നടപടിയാണ്. ഒരു കടൽ ഇളകി വന്നാലും ആ ബോധ്യത്തിൽ യാതൊരു മാറ്റവും ഉണ്ടാകില്ല. പറഞ്ഞത് കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല Q എന്ന ഓൺലൈൻ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ അദ്ദേഹം പറഞ്ഞത്, കോൺഗ്രസ് പാർട്ടിക്ക് മുൻപാകെ വന്ന പരാതികളിൽ അടിസ്ഥാനമുണ്ട് എന്ന് ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ എടുത്ത നടപടിയാണ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെത് എന്ന്. അപ്പോൾ ഞങ്ങളുടെ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലെടുത്ത നടപടിയാണ്, മെറിറ്റ് അടിസ്ഥാനത്തിലെടുത്ത നടപടിയാണെന്ന് രമേശ് ചെന്നിത്തലയും VD സതീശനും പറയുന്നു പൊതുസമൂഹത്തോട്. കടൽ ഇടകി വന്നാലും മാറില്ല എന്ന് പറയുന്നു. എന്നിട്ട് അദ്ദേഹം പാർട്ടിയിൽ ഈ തരത്തിൽ വിരാജിക്കുന്നത് ആരുടെ കുഴപ്പമാണ്? അല്ല, അത് നമ്മൾ നേരത്തെ ഈ ചർച്ചയിൽ ഞാൻ ഈ കാര്യം അവതരിപ്പിച്ചിട്ടുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ പിന്നിൽ ഒരു കൂട്ടം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുണ്ട്. സൈബർ മേഖലകളിലൊക്കെ, സൈബർ ഇടങ്ങളിലൊക്കെ വളരെ ആക്രമണോത്സുകതയോടുകൂടി പ്രവർത്തിക്കുന്ന, ആക്രമിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരുണ്ട്. അത് രാഷ്ട്രീയമായിട്ട് ഒരു ശക്തിയാണ്, ശാക്തിക ചേരിയാണ്. അത് കോൺഗ്രസിൻ്റെ അകത്തെ, കാരണം ഷാഫി പറമ്പിൽ, എനിക്ക് വളരെ ഇഷ്ടമുള്ളൊരു നേതാവാണ് ഷാഫി പറമ്പിൽ. എന്ത് ശക്തനായ നേതാവ്, ഒരു വലിയ നേതാവായിട്ട് നടന്നതല്ലേ. ആ നേതാവിന് പോലും രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന വ്യക്തി ഒരു ബലഹീനതയും ദൗർബല്യവും ആവുന്നു എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അതല്പം ഖേദകരമാണ്, വ്യസനം ഉണ്ടാക്കുന്ന വിഷയമാണ്. പക്ഷെ ഞാൻ അതല്ല പറയാൻ പോകുന്നത്.